ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്രോസിന്റെ ബേസ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന GX വേരിയന്റ് ആണ്. G വേരിയന്റ് വരുന്നുണ്ട്, പക്ഷെ അത് ടാക്സി സെഗ്മെന്റിലേക്ക് മാത്രമുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത് ഈ GX വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ഹൈക്രോസിന്റെ ബേസ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന GX വേരിയന്റ് ആണ്. കാര്യം G വേരിയന്റ് വരുന്നുണ്ട്, പക്ഷേ അത് ടാക്സി സെഗ്മെന്റിലേക്ക് മാത്രമായിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങളൊരു പെട്രോൾ ഹൈക്രോസ് നോക്കുന്നുണ്ട്, ബേസ് വേരിയന്റ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഈ GX വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. നമുക്ക് പെട്രോൾ ഓപ്ഷൻ GXലും GX ഓപ്ഷനിലും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. GXൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ശരിക്കും GX ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്. കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്ന വേരിയൻ്റാണ് ശരിക്കും GX ഓപ്ഷണൽ. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റുകളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിപ്പോൾ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോഗ് ലൈറ്റ് വരുന്നില്ല, സൺ റൂഫ് വരുന്നില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ വരുന്നൊരു മാറ്റം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഫുൾ LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ സ്ലോട്ടായിട്ടാണ് വരുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ബെമ്പറിൻ്റെ പോർഷനിൽ കാണാം. നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ആ സിൽവർ ഫിനിഷൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഫോഗ് ലൈറ്റ് വരുന്നില്ല, ഫോഗ് ലൈറ്റ് ആഡ് ഓൺ ചെയ്യാനുള്ള പ്രൊവിഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടില്ല. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും ആ ഗൺ മെറ്റൽ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ വലിയ ലോഗോ കാണാനായിട്ട് പറ്റും. വേറെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സോ ക്യാമറയോ ഒന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള വാഹനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ടയർ എന്ന് പറയാവുന്ന രീതിയിലുള്ള 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 17 18 കൊടുത്താലാണ് ഇത്രയുള്ള വലിപ്പമുള്ള വാഹനത്തിന് ഒരു ഭംഗി കിട്ടുള്ളൂ. പക്ഷേ ഇതിലെന്തോ 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന് ഒട്ടും ചേരാത്തതായിട്ട് ഫീൽ ചെയ്യുന്നതും ആ 16 ഇഞ്ച് വീൽസ് തന്നെയാണ്. അതും 205 സെഷൻ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. 205 65 60 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഒരു വീൽ ഇവിടെ ഒരു ടൊയോട്ട ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിലുള്ള അലോയ്സ് കൊടുത്തിരിക്കുന്നു. എല്ലാ വേരിയൻറ്റുകളിലും അലോയ് വീൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. വശങ്ങളിൽ ക്ലാഡിങ് കാര്യങ്ങളൊന്നും തന്നെ പോകുന്നില്ല. അതുകൊണ്ട് വൃത്തികേടില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. വേറെ എടുത്ത് പറയത്തക്ക ഒന്നും തന്നെ വശങ്ങളിൽ നിന്ന് പറയാനില്ല. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബോഡി കളറാണ് മിറേഴ്സ് വരുന്നത്. താഴത്തെ പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. റിക്കോ സെൻസർ വരുന്നില്ല. വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന ഒരു ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. എല്ലാ വേരിയൻറ്റിലും സിമിലർ ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒരു യഥാർത്ഥ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. കാര്യം 4755 mm ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. വീൽ ബേസ് മാത്രം 2850 mm വരുന്നുണ്ട്. അതായത് ക്രിസ്റ്റേനേക്കാളും 100 mm വീൽ ബേസ് ഈ വാഹനത്തിന് കൂടുതൽ വരുന്നുണ്ട്. ക്രിസ്റ്റേനേക്കാളും നീളവും കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് 5 മീറ്റർ നീളം ഈ വാഹനത്തിന് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. ഈ വേരിയൻറ്റിൽ നമുക്ക് സൺ റൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാനായിട്ട് പറ്റും. നമ്മളുടെ B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻസിൽ മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു LED ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. നമ്മുടെ VX ഓപ്ഷണൽ വേരിയൻറ്റോട്ടെ നമുക്കിവിടെ ലൈറ്റിങ്ങും കാണാനായിട്ട് പറ്റും. സ്റ്റോപ്പ് ലൈറ്റ് മുകളിൽ കൊടുത്തിരിക്കുന്നു. താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കാണാം. രണ്ട് വശത്തും റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. താഴെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ഡീഫോഗർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ടൊയോട്ടയുടെ ലോഗോ, റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഹൈക്രോസ് ബാഡ്ജിങ് മാത്രം, വേറെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 റിഫ്ലക്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 റോയും നിവർത്തി വയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് 300 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് വരുന്നത്. ശരിക്കും ഇത് 8 സീറ്റർ വാഹനമാണ്. വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ 8 സീറ്റർ. ഇത് പക്ക 8 സീറ്റർ എന്ന് പറയാം. കാര്യം ആ സെക്കൻഡ് റോയിലും നമുക്ക് 3 ഹെഡ് റെസ്റ്റ് കാണാം. ഇവിടെയും 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. അത് നമുക്ക് ഇവിടെ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഈ സീറ്റ് നമുക്ക് 50-50 ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 991 ലിറ്ററിൻ്റെ, അതായത് 1000 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബൂട്ട് ലൈറ്റ് കാണാം.
ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. തേർഡ് റോയിലേക്കും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലുകളാണ് വരുന്നത്. രണ്ട് വശം AC വെൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു കംഫർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബൂട്ട് സ്പേസ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാക്കവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു ക്രോം ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് ഹൈ ക്രോസ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസ് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇക്രോസ് ബേസ് GX വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴേ തന്നെ ഇത് നമുക്കൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് ഫീൽ ചെയ്യും. കാരണം ആ ഒരു കളർ ടോൺ കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. നമുക്ക് ഒരു സോഫ്റ്റ് ടച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ലഭിക്കുന്നില്ല. ഈവൻ നമ്മുടെ സ്ക്രീൻ പോലും നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീല് ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനിലാണെന്ന് പറയാം. ഇടതുവശത്ത് നമുക്ക് താഴെ നമുക്കിവിടെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. നോർമൽ സ്റ്റിയറിംഗ് ആണ്, ലെതർ റാപ്പിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യുവൽ ഗേജും അനലോഗാണ്. അതിനകത്തൊരു നീഡിൽ കൊടുത്തിരിക്കും നമ്മുടെ ട്രിപ്പ് ബൈ ട്രിപ്പ് ബി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിനകത്തുള്ള ചെറിയൊരു MID സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ക്ലോക്ക്, ഫ്ലോ, പിന്നെ ഡിസ്റ്റൻസ് ടു empty മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. 2 ഈക്കോ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈക്കോ എന്നൊരൊറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. വേറെ സ്പോർട്ട് മോഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വൈഡായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. 4 സ്പീക്കറോട് കൂടിയ സിസ്റ്റമാണ്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. ഇതാണ് അതിൻ്റെ കാണാനുള്ള ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒന്നുമല്ല, സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നുള്ളൂ. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ എന്ന് പറയേണ്ടി വരും. ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കയറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതിന് താഴെ മാനുവൽ AC ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് കാണാം. എല്ലാ വേരിയൻറ്റും ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ, ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈക്കോ മോഡ് നമ്മൾ ആദ്യം കാണിച്ചതാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു Type-C ചാർജിംഗ് പോർട്ടും USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും 2 കപ്പ് ഹോൾഡേഴ്സ്, അതിന് ചുറ്റുള്ള ഒരു സിൽവർ ഫിനിഷ് കാണാം. ഈ സെൻറ്റർ കൺസോളിൽ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് സിൽവർ ആണ് കോമ്പിനേഷൻ. സെൻറ്റർ ആംറസ്റ്റ് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ, ലൈറ്റ് കാര്യങ്ങൾ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR/VMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. അത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ വലിപ്പമുള്ള വലിയൊരു ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് ആ ടയറിൻ്റെ സൈഡിൽ വരുന്ന ആ ലോഗോ, അതായത് അലോയ്സിൽ വരുന്ന ലോഗോ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ട് വരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് പറയേണ്ടി വരും. 25 ലക്ഷം രൂപയുടെ വാഹനത്തിലെ ഒരു ഇൻറ്റീരിയർ എന്ന് നമുക്ക് പറയാൻ മടി തോന്നുന്ന ഒരു ഇൻറ്റീരിയറാണ് ശരിക്കും ഈ ഒരു GX വേരിയൻറ്റിൽ വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. ശരിക്കും ഈ വാഹനമൊക്കെ എടുക്കുന്നവരൊക്കെ സെക്കൻഡ് റോയിലിരുന്ന് യാത്ര ചെയ്യാനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അതിന് ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് നിങ്ങൾക്ക് സെക്കൻഡ് റോ സീറ്റിൽ കാണാനായിട്ട് പറ്റും. ഡോർ പാഡിൽ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ വീൽ കാണാം. ബാക്കിലേക്കും നമുക്ക് ആ മാനുവൽ AC-യുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. 2 Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. ഇത് 8 സീറ്ററാണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ആം റെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കാണാം. ഇപ്പോൾ ഒരു 8 പേരില്ല എങ്കിൽ കൈയെല്ലാം വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ സിംഗിൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ളൊരു ലെഗ് റൂം കാണാം. ഇതിനകത്ത് കാലെല്ലാം അകത്ത് വെച്ച് കിടന്നു പോകാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 11-12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ,
റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. AC വെൻസ് ഫ്ലോർ മൗണ്ടഡ് ആയിട്ടാണ് റൂഫ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈക്രോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡ് ഹൈബ്രിഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ലഭിക്കും. എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു 2 ലിറ്റർ NA പെട്രോൾ എഞ്ചിനാണ്. 173 HP പവറും 209 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ വിത്ത് CVT ഗിയർ ബോക്സ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു. മൈലേജ് കമ്പനി 16.13 ഒക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിൽ ഒരു 10-നും 13-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡീസൻ്റ് ആയിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. എടുത്തു പോകേണ്ട കാര്യം ഇതിനകത്ത് AC ആണ്. ഇത്ര വലിപ്പമുള്ള വലിയ വാഹനമായിട്ടും വാഹനത്തിലേക്ക് കയറി AC ഇട്ട സ്പോട്ടിൽ തന്നെ വാഹനം ഫുൾ കൂളായിട്ടുണ്ട്. നല്ല അടിപൊളി AC ആണ്. പിന്നെ ടൊയോട്ടയുടെ എഞ്ചിനാണ്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഒരു നോയ്സും അകത്തേക്കില്ല. വളരെ ക്വയറ്റ് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. നല്ല രസമാണ്. പവറും ഉണ്ട്. 161 HP അടുത്ത് 173 HP അടുത്ത് പവറും ലഭിക്കുന്നുണ്ട്. പവറിന് ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഹൈബ്രിഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. കമ്പൈൻ പവർ 183 HP ആണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മൾ VX ഓപ്ഷൻ വേരിയൻറ്റ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഐ ബട്ടൺ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനകത്ത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് ഇപ്പോൾ എഞ്ചിൻ പവർ ആണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഹൈബ്രിഡിൻ്റെ എഞ്ചിൻ പവർ 150 HP 188 Nm ടോർക്കും, മോട്ടോർ പവർ 111.4 HP പവറും 206 Nm ടോർക്കാണ്. കമ്പൈൻ പവറാണ് 183 HP ആയിട്ട് ലഭിക്കുന്നത്. അതൊരു ECVT ആണ്. മൈലേജാണ് അതിൻ്റെ ഹൈലൈറ്റ്. 23 ഒരു 18-നും 20-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ആ വാഹനം തരും. ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്രോസിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഡിലേ ഉള്ള വാഹനമാണ് നിങ്ങളെ കാണുന്ന GXൻ്റെ 8 സീറ്റർ. അതാദ്യം മനസ്സിലാക്കുക. ഒരു 3 to 6 മന്ത്സിനടുത്തൊക്കെ ബുക്കിംഗ് ഡിലേ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബറിലേക്കൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടാക്സി വേരിയൻറ്റ് G വേരിയൻറ്റ് വരുന്നത് 23,66,000 രൂപയാണ് 7 സീറ്ററിന്. 8 സീറ്ററാണെങ്കിൽ 20,79. നിങ്ങളീ കാണുന്ന GX വേരിയൻറ്റ് 25 ലക്ഷം രൂപയാണ്. നിങ്ങളീ കാണുന്ന 7 സീറ്ററിന്. 8 സീറ്റർ നിങ്ങളീ കാണുന്ന വാഹനം 25,12,000 രൂപ. 8 സീറ്ററാണ് ഈ വാഹനം. പിന്നെ വരുന്നത് പെട്രോൾ വരുന്നത് GX ഓപ്ഷണലാണ്. ആ വാഹനത്തിന് 27,86,000. 8 സീറ്ററാണെങ്കിൽ 27,69 പ്രൈസ് വരുന്നത്. ഈ വാഹനം എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് GX ഓപ്ഷണൽ വേരിയൻ്റാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കുറച്ചും കൂടിയും പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഈ വാഹനത്തിന് ഏകദേശം ഒരു 6 മാസം വരെ ബുക്കിംഗ് ഡിലേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റ് വേരിയൻറ്റുകളുടെ ഡീറ്റെയിൽഡ് പ്രൈസ് നമ്മളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് VX ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ ഇന്നോവ നോക്കുന്നവർ ഈ വാഹനം കൂടി ഒന്ന് നോക്കുക. കാരണം ഇന്നോവേനേക്കാളും ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. ഇന്നോവേനേക്കാളും കൺവീനിയൻ്റ് ആണ്. കാര്യം ഒരു ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്. പെട്രോളാണ്. കരിമ്പിൻ ജോസിൽ ഓടുമെന്ന് പലരും ചോദിക്കാണ്ട്. യെസ്, ഓടും. പിന്നെ വേറെന്താണ് പറയാനുള്ളത്, കുറച്ചും കൂടിയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അത് ഡീസലാണ്. അതിൻ്റെ നോയ്സ് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ളൊരു വാഹനവുമാണ് നമ്മളുടെ ഈ ഒരു വാഹനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ടോട്ടലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കരളി ടോട്ടൽ നമ്പറാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.